നമസ്കാരം. ബിഗ് ടി വി എന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ ചാനൽ ഒഴികെ മറ്റേതെങ്കിലും ചാനലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇന്നലെ രാത്രിയിൽ തൃശ്ശൂർ നഗരത്തിൽ നടന്ന നാടകീയമായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയും ഉണ്ടാവാനിടയില്ല. തൃശ്ശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിനെയും അമല ജൂബിലി മാനേജ്മെൻറ്റുകളെയും ഭയന്ന് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർ തൃശ്ശൂരിൽ നടന്ന ആ വലിയ സമര പരമ്പരയെക്കുറിച്ച് മിണ്ടാതിരുന്നു. ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ ചെറുതായി പറഞ്ഞു പോയെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തേ എന്ന് അവർ വ്യക്തമാക്കിയില്ല. എന്ന് മാത്രമല്ല, തൃശ്ശൂർ രൂപത മെത്രാൻ ആൻഡ്രൂസ് താഴത്ത് മെത്രാൻ പോയിട്ട് ഒരു വിശ്വാസിക്കുള്ള അടിസ്ഥാന യോഗ്യതയില്ലാതെ പച്ചക്കള്ളം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രചാരകരായി മാറി മറ്റു പലരും. കഴിഞ്ഞ 100 ദിവസത്തിലധികമായി തൃശ്ശൂർ അമല ജൂബിലി മെഡിക്കൽ കോളേജുകളിലെ നഴ്സുമാർ സമരത്തിലാണ്. അവരുടെ ആവശ്യം മിനിമം സാലറി 40,000 രൂപയാക്കണം എന്നതാണ്. മറ്റെല്ലായിടത്തും ഈ ആവശ്യം ഉന്നയിച്ചവർ സമരം നടത്തി, അവിടെയൊക്കെ ചർച്ച നടത്തി. 6,000 മുതൽ 16,000 രൂപ വരെ അടിസ്ഥാന ശമ്പളത്തിൽ വർധനവ് വരുത്തി സമരം അവസാനിപ്പിച്ചു. ഏറ്റവും അധികം ശമ്പള വർധനവ് കൊടുത്തത് ആലുവയിലെ രാജഗിരി ആശുപത്രിയാണ്. എന്നാൽ തൃശ്ശൂർ അമല ജൂബിലി ആശുപത്രികൾ ചർച്ചയ്ക്ക് സമ്മതിച്ചില്ല. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അഹങ്കാരം, ധാർഷ്ട്യമായിരുന്നു ചർച്ചയ്ക്ക് വിലങ്ങായത്. എന്നാൽ തൃശ്ശൂർ രൂപതാംഗങ്ങളായ ഒരുപറ്റം നേഴ്സുമാരും അവരുടെ മാതാപിതാക്കളും ബിഷപ്പിനെ പോയി കണ്ട് ദയവായി അങ്ങ് ഞങ്ങളെ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ 28-ാം തീയതി, അതായത് ഇന്നലെ 3 മണിക്ക് ജൂബിലിയിലേക്ക് മെത്രാൻ എത്താമെന്നറിയിച്ചു. അമലയുടെയും ജൂബിലിയുടെയും മാനേജ്മെന്റ് പ്രതിനിധികളും രണ്ടിടത്തെയും UNA പ്രതിനിധികളും എത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ പ്രതീക്ഷയോടെ ചർച്ചയ്ക്ക് പോയി. ചർച്ചയുടെ ഫലം കാത്ത് സമരക്കാരായ നേഴ്സുമാർ പുറത്ത് കാത്തിരുന്നു. ചർച്ചയിൽ ഒരു ഗുണവും ഉണ്ടായില്ല. പതിവ് പോലെ ബിഷപ്പ് നേഴ്സുമാരെ അധിക്ഷേപിച്ചു. നമുക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ടിട്ട് മിനിമം വേജ് ഉയർത്തിക്കാട്ടാൻ പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു വിട്ടു. മിനിമം വേജിന് വേണ്ടിയുള്ള സമരം സർക്കാരിനെതിരെ നടത്തി. കഴിഞ്ഞ സർക്കാർ അതിന് കരട് രേഖ പ്രഖ്യാപിച്ചു. ഈ കരട് രേഖയിൽ UNA അവരുടെ വിയോജിപ്പ് അറിയിച്ചു, മാനേജ്മെന്റ് അവരുടെ വിയോജിപ്പ് അറിയിച്ചു. ഇതനുസരിച്ച് ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കാൻ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുവരെ തൽക്കാലത്തേക്ക് ഇടക്കാല വർധനവ് വരണം എന്നതാണ് സമരത്തിന്റെ ആവശ്യം. അത് മറ്റുള്ളവരെല്ലാം അംഗീകരിച്ചു. ഇടക്കാല വർധനവിന് ഒരുക്കമല്ല എന്നിവർ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് പോയി കാണാം. എന്തിനാണ് ഒരുമിച്ച് പോയി കാണുന്നത്? മാനേജ്മെന്റിന്റെ ആവശ്യമല്ല, നേഴ്സുമാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ മന്ത്രിയെ കാണാൻ മാനേജ്മെന്റിന്റെ ശുപാർശയുടെ ഒരാവശ്യവുമില്ല. എന്ന് മാത്രമല്ല, സർക്കാർ മിനിമം വേജ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല. കോൺട്രാക്ട് വ്യവസ്ഥ വലിയൊരു തലവേദനയായി നിലനിൽക്കുകയാണ്. 3 വർഷം കഴിയുമ്പോൾ കോൺട്രാക്ട് പുതുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരിക്കലും സീനിയോറിറ്റി ഉണ്ടാവില്ല. മാത്രമല്ല, ആരെങ്കിലും സമരത്തിൽ പങ്കെടുത്താൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മുമ്പിൽ വന്നാൽ ഇവരുടെ കോൺട്രാക്ട് പുതുക്കില്ല. ഈ അനീതിയും ഈ സമരത്തിലെ ഒരു പ്രധാന വിഷയമാണ്. അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇന്നലെ ബിഷപ്പ് ഒരുക്കമായില്ല. അതൊക്കെ നിയമത്തിന് വഴിക്ക് പോവട്ടെ എന്ന നിലപാടായിരുന്നു. അങ്ങനെ നേഴ്സിംഗ് നേതാക്കന്മാർ പുറത്തു വന്ന് ചർച്ചയുടെ വിശദാംശങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്ന നേഴ്സുമാരോട് പറഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് അപ്പോൾ തന്നെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ 25-ാം തീയതി ബിഷപ്പ് ഹൗസ് മാർച്ച് തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ചർച്ച എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അതിസ്വാഭാവികമായി നേഴ്സുമാരും അവരുടെ മാതാപിതാക്കളും കുട്ടികളും അടക്കമുള്ളവർ അരമനയിലേക്ക് മാർച്ച് നടത്തി. ഇത് വൈകുന്നേരത്തോടെയാണ്. അരമനയുടെ ഒരു 50 അടി അപ്പുറം വെച്ച് വലിയ പോലീസ് സന്നാഹം ഇവരെ തടയുന്നു. അരമനയുടെ മുമ്പിലേക്ക് കടത്തിവിടില്ല എന്നവർ വാശി പിടിക്കുന്നു. അങ്ങനെ അരമനയ്ക്ക് തൊട്ടു മുമ്പിലെ NH-ൽ നേഴ്സുമാർ കുത്തിയിരിക്കുന്നു. വലിയ വാർത്തയാകുന്നു. ചാനലുകളൊക്കെ നേഴ്സുമാരുടെ സമരം പറഞ്ഞെങ്കിലും വലിയ സമ്മർദ്ദം പുറത്തുനിന്ന് വന്നതോടെ അവരെല്ലാം മുങ്ങി. ബിഗ് ടി വി മാത്രം ലൈവ് സംപ്രേഷണവുമായി അവിടെ നിലനിന്നു. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബിഷപ്പ് ഹൗസിന് സമീപത്തേക്കാണ്, ബിഷപ്പ് ഹൗസിലേക്കാണ് ഇവരുടെ മാർച്ച് വന്നത്. ആ ബിഷപ്പ് ഹൗസിന് 50 മീറ്റർ അകലെ ഇപ്പോൾ പോലീസ് വലിയ സന്നാഹത്തോടു കൂടി മാർച്ച് തടഞ്ഞിരിക്കുന്നു. ടിയർ ഗ്യാസ് അടക്കം പോലീസിന്റെ കയ്യിലുണ്ട്. അതായത് സമരം അക്രമാസക്തമാവുകയാണെങ്കിൽ ഈ നഴ്സുമാർക്ക് നേരെ പ്രയോഗിക്കുന്നതിന് വേണ്ടി ടിയർ ഗ്യാസ് അടക്കം സജ്ജമാക്കിക്കൊണ്ടുള്ള വലിയൊരു പോലീസ് ബന്ദോബസ്താണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും വകവെക്കാതെ ഈ നഴ്സുമാരുടെ സമരം മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ വൈകുന്നേരത്തോടു കൂടി ഞാനൊരു ലൈവ് ചെയ്യുന്നു. അത്ര വൈകാരികമായിരുന്നു ഞാൻ ആ ലൈവ് ചെയ്ത്. ആ ലൈവ് ഞാൻ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയായി മറുനാടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ലൈവ് പുറത്തു വന്നതോടുകൂടി തൃശ്ശൂർ രൂപതയിലെ പല വിശ്വാസികൾക്കും കാര്യം പിടികിട്ടി. പിന്നെ സംഭവിച്ചത് ബിഷപ്പിനെയും അച്ഛന്മാരെയും ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. വിശ്വാസികൾ കൂട്ടത്തോടെ അവിടേക്ക് ഒഴുകിയെത്തി. വിശ്വാസികൾ ഇറക്കി തടയുക എന്നതായിരുന്നു മെത്രാന്റെ ലക്ഷ്യമെങ്കിലും വിശ്വാസികൾ മെത്രാനെതിരെ നേഴ്സുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അരമനയ്ക്ക് മുമ്പിലേക്ക് ഒഴുകിയെത്തി. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വിശ്വാസ സമൂഹം അവിടേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. നേഴ്സുമാരുടെ ആവശ്യം നിറവേറ്റണമെന്നതായിരുന്നു അവരുടെ ആവശ്യം.
ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത തടസ്സപ്പെടുന്നു. നിരവധി ആളുകൾക്ക് അസൗകര്യമുണ്ടായെങ്കിലും മറ്റൊരു നിവൃത്തിയില്ലാത്ത വിധത്തിൽ ദേശീയപാത തടസ്സപ്പെടുത്തുന്നു. കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും പോലീസ് ഓഫീസർമാരും സ്ഥലത്തെത്തുന്നു, പലതവണ ചർച്ച നടത്തുന്നു. പക്ഷേ നഴ്സുമാർ വഴങ്ങുന്നില്ല. ഭൂരിഭാഗം നഴ്സുമാരും ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ അവർ രാത്രി ആയപ്പോഴേക്കും കൂട്ടത്തോടുകൂടി കൊന്ത ചെല്ലാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുകയാണ് അരമനയ്ക്ക് മുമ്പിൽ വെച്ച്. വൈകാരികമായ ആ കാഴ്ച അങ്ങനെ തുടരുന്നു. അതിനിടയിൽ ആരോഗ്യമന്ത്രി ഇടപെടുന്നു. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കളക്ടറെ വിളിക്കുന്നു. അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്താൻ പറയുന്നു. ആഭ്യന്തരമന്ത്രി കമ്മീഷണറെ വിളിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി OJ ജനീഷ് ഇടപെടുന്നു. പക്ഷേ നഴ്സുമാർ വഴങ്ങുന്നില്ല. പല പ്രതിനിധികളും എത്തുന്നു, ഒത്തുതീർപ്പ് പറയുന്നു. പക്ഷേ ആരെങ്കിലും ഉത്തരവാദിത്വമുള്ളവർ പറയണം, എങ്കിലേ പിരിയൂ എന്നിവർ നിർബന്ധം പിടിക്കുന്നു. അർദ്ധരാത്രിയിലും ആവേശം ചോരാതെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ നഴ്സുമാർ സമരമുഖത്തിരുന്നു. 3:30 തൃശ്ശൂർ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നു. നഴ്സുമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സർക്കാർ നിങ്ങൾക്കൊപ്പമാണ്, എന്നെ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയും സ്ഥലത്തെ മന്ത്രിയും വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഉടനടി നടപടിയെടുക്കും. 3 ദിവസം കൂടി ഞങ്ങൾക്ക് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം തരണം. നാളെ ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തി ഇതിലൊരു തീരുമാനമെടുക്കും. അതിശക്തമായ നിലപാട് ആരോഗ്യമന്ത്രി ആശുപത്രി മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി വാക്കുകൊടുത്തോടുകൂടിയാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഏകദേശം 1 മണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മിനിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജില്ലയിലെ ചുമതല വഹിക്കുന്ന ശ്രീ ജനീഷ് മിനിസ്റ്റർ വിളിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിനകം ഹെൽത്ത് മിനിസ്റ്ററും അതുപോലെ തന്നെ ലേബർ മിനിസ്റ്ററെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്താം എന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രതിനിധികൾ, അതായത് നിങ്ങളുടെ ലീഡേഴ്സിനെ അവിടെ വിളിച്ചിട്ട് ചർച്ച നടത്താം എന്നിപ്പോൾ മിനിസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒത്തിരി രാത്രിയായി, നിങ്ങൾ കുട്ടികളടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇന്നൊന്ന് പിരിഞ്ഞു പോകണം. നമുക്ക് ചർച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിവൈകാരികമായ പല കാഴ്ചകളും ഇതിനിടയിൽ സംഭവിക്കുന്നു. പിടിവാശി പുലർത്തിയ മാർ ആൻഡ്രൂസ് താഴത്തടക്കമുള്ളവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുന്നു. സർക്കാർ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ നുണ പറയുകയും ചെയ്ത മാനേജ്മെന്റിനെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ജൂബിലി ആശുപത്രിയിലെ ഡയറക്ടർ അച്ഛനെ കൊണ്ട് ഒരു നുണ വീഡിയോ ഇറക്കുന്നു. അഭിമന്യ താഴ്ച പിതാവ് വിളിച്ചിട്ടാണ് അവരെ ഈ ചർച്ചയ്ക്ക് വന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണ്. ഈ UN നേതാക്കള് അഭ്യർത്ഥിച്ച ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അവര് അഭ്യർത്ഥിച്ച പ്രകാരമാണ് അത് സ്വീകരിച്ചിട്ടാണ് പിതാവ് ഈ യോഗത്തിനെ സംബന്ധിച്ചും എല്ലാതും അറേഞ്ച് ചെയ്തതും. ഇപ്പോൾ അവർ പറയുന്നത് പിതാവ് വിളിച്ചിട്ട് പിതാവ് ഒക്കെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് ഒക്കെ നുണ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഈ സമരത്തിന് പുറകിലുള്ള ഹിഡൻ അജണ്ടകൾ പലതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ സ്റ്റെപ്പുകളും നോക്കുമ്പോൾ അനുരഞ്ജനത്തിനെ ഇപ്പം ഗവൺമെൻറ് പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ തലേദിവസം ഇവരെ ലേബർ ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഈ പിതാവിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പ് ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ പിതാവിനെ അധിക്ഷേപിച്ച വീഡിയോകൾ ഇറക്കിയിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ സമരം തീരരുതെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇതിന് പുറകിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അഭിമന്യ താഴ്ത്ത പിതാവ് അഭ്യർത്ഥിച്ചതുപോലെ ഈ സമരത്തിനുള്ള ഏക പരിഹാരം അത് ഗവൺമെൻറ് മിനിമം വേജസ് പ്രഖ്യാപിക്കലാണെന്ന സത്യം ഞങ്ങളും ഏറ്റുപറയുന്നു. അതിനായി മാനേജ്മെൻറ്റ് പ്രതിനിധികളും യൂണിയൻ്റെ പ്രതിനിധികളും ഒന്നിച്ച് മുഖ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും കാണാനുള്ള ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട്. എത്രയും വേഗം ഈ സമരം തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പച്ചക്കള്ളം. മുഖ്യമന്ത്രിയെ പോയി കാണാം, സംസാരിക്കാമെന്ന് ബിഷപ്പ് പറഞ്ഞെങ്കിലും അതിനോട് നേഴ്സുമാർ യോജിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കാണാൻ ബിഷപ്പിന്റെ അനുമതിയോ ബിഷപ്പിന്റെ സഹായമോ അവർക്ക് ആവശ്യമില്ല. മാത്രമല്ല 2 കൂട്ടരും 2 നിലപാടെടുക്കുന്നവരാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ പലതവണ നേഴ്സുമാരും അവരുടെ നേതാക്കളും പോയി കണ്ടതാണ്. ഒരിക്കൽ നേഴ്സിംഗ് സംഘടനാ ഭാരവാഹികളും ഞാനും കൂടി ആരോഗ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയും പോയി കണ്ടതാണ്. അതിന് ഇവരുടെ ഓശാനിയൊന്നും വേണ്ട. ഇവർ ജനത്തെ കബളിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ്, കുഞ്ഞാടുകളെ വഴിതെറ്റിക്കുകയാണ്. പക്ഷേ ഇവരെ ഞെട്ടിച്ചിരിക്കുന്നത് വിശ്വാസി സമൂഹം ഇവർക്കൊപ്പമല്ല, ഈ നേഴ്സുമാർക്കൊപ്പമാണ് എന്നതാണ്.
അവർ വിശ്വാസികളൊക്കെ കൂടെ കൂട്ടി ഗുണ്ടാപ്പണി ചെയ്യാൻ ആലോചന നടത്തിയെങ്കിലും വലിയ തോതിൽ വിശ്വാസികൾ ഒഴുകിയെത്തിയതോടെ ആ ഗൂഢാലോചന പൊളിഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും നഴ്സിംഗ് സമരത്തിന് നിർണായകമായ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ നുണയുടെ മുമ്പിൽ കീഴടങ്ങാൻ അവർ ഒരുക്കമല്ല. സമരം തുടരുകയാണ്. 2-3 ദിവസത്തിനകം സർക്കാർ തീരുമാനമെടുക്കും. നഴ്സുമാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്ന വിശ്വാസത്തിലാണ്. തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ സാധാരണഗതിക്ക് ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ പൊതുവെ ശ്രമിക്കാറില്ല. കാരണം 1/3 നഴ്സുമാർ എപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന തരത്തിലാണ് UN സമരം ചെയ്തത്. കാരണം അവിടെ രോഗികളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, ഒരു തരത്തിൽ വിട്ടുവീഴ്ചയില്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് നേരത്തെ നോട്ടീസ് കൊടുത്ത് രോഗികളെ ഡിസ്ചാർജ് ചെയ്യാൻ അവസരം ഒരുക്കി പുതിയ രോഗികളെ അഡ്മിറ്റ് ചെയ്യാത്ത തരത്തിൽ പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്തി ആ 2 ആശുപത്രികളുടെയും പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. 100 ദിവസത്തിലധികമായി സമരം ചെയ്ത് വിട്ടുവീഴ്ചയോടെ ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാതെ മുമ്പോട്ട് പോയിട്ടും ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റു നിവൃത്തിയൊന്നുമില്ല. സർക്കാർ എന്തായാലും ശബ്ദം കേൾക്കും എന്ന് കരുതുന്നു. ബിഷപ്പിന്റെ ധാർഷ്ട്യവും ആ ധാർഷ്ട്യത്തിനൊപ്പം നിൽക്കുന്ന ചെറിയൊരു വിഭാഗം അച്ഛന്മാരുടെ അഹങ്കാരവും അവസാനിപ്പിച്ച മതിയാവും. പാവപ്പെട്ട നഴ്സുമാർക്ക് ശമ്പള വർധന ഉണ്ടാവണം, അവരുടെ ജോലിക്ക് സ്ഥിരത ഉണ്ടാവണം, അവരുടെ മേൽ അച്ചടക്ക നടപടി ഉണ്ടാവാൻ പാടില്ല. അവകാശത്തിന് വേണ്ടി പോരാടിയാൽ ആരെയും പുറത്താക്കാൻ പാടില്ല. ഈ അവകാശങ്ങൾ നേടിയെടുത്ത് മാത്രമേ സമരം അവസാനിപ്പിക്കൂ. അതുവരെ ഞങ്ങൾ നഴ്സുമാർക്കൊപ്പം അടിയുറച്ചു നിൽക്കും.